ഈ ബജറ്റിനോടൊപ്പം അവതരിപ്പിച്ചിരിക്കുന്ന ഫിനാൻസ് കമ്മീഷൻ 16ാം ഫിനാൻസ് കമ്മീഷന്റെ റിപ്പോർട്ടും വളരെയധികം നിരാശജനകമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ എല്ലാ സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും ആവശ്യപ്പെടും ഈ പറയുന്ന സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതത്തിന്റെ ശതമാനം 41 നിന്ന് 50% ആക്കണം. അതായത് 75% ചെലവുകൾ വഹിക്കുന്ന സംസ്ഥാനങ്ങളാണ്. പക്ഷേ ആ 41 എന്നുള്ളത് 41 തന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. മറ്റൊരു കാര്യം, 6 ലക്ഷം 7 ലക്ഷം കോടിയോളം ഡ്യൂട്ടിയും സർചാർജുമായിട്ട് പിരിച്ചെടുത്ത് യഥാർത്ഥത്തിൽ ധനകാര്യ കമ്മീഷന്റെ ഈ വിഭജനത്തെ തന്നെ അസ്ഥിരപ്പെടുത്തുന്ന, അതല്ലെങ്കിൽ അതിനെ ദുർബലപ്പെടുത്തുന്ന സമീപനം അവസാനിപ്പിക്കണമെന്നുള്ള ഒരാവശ്യമുണ്ടായിരുന്നു. ഇത് വിതരണം ചെയ്യുന്ന വിഭവത്തിലേക്ക് മെർജ് ചെയ്യണമെന്ന് ആ ആവശ്യവും നിരാകരിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നാളികേരത്തെക്കുറിച്ച്, തേങ്ങയെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പണ്ട് റബ്ബർ ബോർഡ് ഉണ്ടാക്കിയിട്ട് കേരളത്തിന്റെ റബ്ബർ കൃഷി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഈ നാളികേരം കൊണ്ട്, ഈ തേങ്ങ കൊണ്ടെല്ലാം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയാം. മാത്രമല്ല, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 22 AMS, 2 AMS കിട്ടിയിട്ടുള്ള സംസ്ഥാനങ്ങൾ പോലും എത്രയോ കാലമായിട്ട് പാർലമെന്റിന്റെ തലത്തിൽ പോലും ആരോഗ്യമന്ത്രി എത്രയോ തവണ ഉടനെ ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷേ അത് സംബന്ധിച്ച് നിശബ്ദതയാണ്. ഇപ്പോൾ ആയുർവേദത്തെക്കുറിച്ച് 3 ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറയുന്നത്, അതിലും കേരളത്തിന്റെ പേര് ഇതുവരെ പരാമർശിച്ചിട്ടില്ല. അതും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഉൾനാടൻ ജലപാതയെക്കുറിച്ച് വലിയ വിവാദങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഉൾനാടൻ ജലപാതയുള്ള കേരളത്തിന്റെ പേര് പരാമർശിച്ചിട്ടേയില്ല. അത് ഒറീസയിലേക്ക് കൊണ്ടുവരികയും ഉൾനാടൻ ഗതാഗതവുമായി ബന്ധപ്പെട്ട ഷിപ്പ് റിപ്പയറിന്റെ കാര്യം യഥാർത്ഥത്തിൽ കേരളത്തിലാണ് കൊടുക്കേണ്ടത് എന്ന് ഏറ്റവും കൂടുതൽ ഉൾനാടൻ ഗതാഗതമുള്ളൊരു സംസ്ഥാനമാണ്. പക്ഷെ അത് വാരണാസിയിലും പറ്റ്നയിലുമാണ്. ആകെയുള്ളത് റെയർ എർത്ത് കൊറിഡോറിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ പേര് പരാമർശിച്ചു. അതായത് ഏറ്റവും കൂടുതൽ മിനറൽ റിച്ച്നെസ് ഉള്ള ഒരു സംസ്ഥാനമായതുകൊണ്ട് തന്നെ അവിടെ ചവരവിൽ ഉൾപ്പെടെയുള്ള നമ്മുടെ KML ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തെ പരാമർശിക്കാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം പരാമർശിച്ചിട്ടുണ്ട്. പൊതുവെ നോക്കുകയാണെങ്കിൽ വളരെ നിരാശാജനകമായിട്ടുള്ള ബജറ്റാണ്. പൊതുവെയുള്ള സമ്പദ്ഘടന മുൻകാലങ്ങളിൽ വലിയ ആവേശത്തോടെ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം എന്തായി? ഏതെങ്കിലും തരത്തിൽ തൊഴിൽ സൃഷ്ടിച്ചോ? അതേക്കുറിച്ചൊന്നും യാതൊരു പരാമർശവും. ഡോളറിനെതിരെ രൂപയുടെ വില കൂപ്പുകുത്തുന്നതിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞു. ടാക്സ് ടെററിസത്തെ കുറിച്ച് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വേളയാണ്. മനസ്സിലാക്കണം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംരംഭകൻ സ്വയം ജീവനം അപഹരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കൂടി ഇതിനെ പൊതുവെ കേരളത്തിന്റെ ഒരാവശ്യത്തോടും അനുഭാവപൂർവമായ ഒരു പരിഗണനയും നൽകാത്ത ഒരു ബജറ്റാണ്. നമ്മളൊക്കെ വിചാരിച്ചു കേരളം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നുകൊണ്ട് കണ്ണിൽ പൊടിയിടാനെങ്കിലും എന്തെങ്കിലുമൊക്കെ തരും. 29 സുപ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ ധനമന്ത്രി ഇവിടെ വന്ന് നിർമ്മലാ സീതാരാമനെ കാണുകയും സമഗ്രമായ ചർച്ചകൾ നടത്തുകയും വിശദമായിട്ടുള്ള നിവേദനങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ മാക്രോ തലത്തിലോ മൈക്രോ തലത്തിലോ ഒരു തരത്തിലുള്ള പരിഗണനയും കേരളത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമാണ്. അല്ല, യഥാർത്ഥത്തിൽ ഈ ശ്രീധരനെ ഉപയോഗിച്ച് BJP കേരളത്തെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. സംസ്ഥാന സർക്കാരിന് അത് വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ റെയിൽവേ മന്ത്രി ഹൈസ്പീഡ് റെയിൽവേക്കുള്ള അനുമതി നൽകിയെന്ന് ആരാ പറയേണ്ടത്? റെയിൽവേ അല്ലേ പറയേണ്ടത്. ശ്രീധരനാണോ അത് പ്രഖ്യാപനം നടത്തുന്നത്? ശ്രീധരൻ ഒരു സ്വകാര്യ പൗരൻ മാത്രമാണ്, ഒരു പ്രൈവറ്റ് സിറ്റിസൺ മാത്രം. പക്ഷെ ആ പ്രൈവറ്റ് സിറ്റിസന്റെ പ്രഖ്യാപനത്തെ ഒരു മന്ത്രിയുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രഖ്യാപനത്തോട് നമ്മൾ താരതമ്യം ചെയ്തുകൊണ്ട് കേരളത്തിൽ ചർച്ച ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ നിലപാടെന്തായിരുന്നു? പ്രഖ്യാപിക്കട്ടെ ഏതെങ്കിലും രൂപത്തിൽ, അത് നഗരവികസന മന്ത്രാലയത്തിന്റെ രൂപത്തിലോ അതല്ലെങ്കിൽ റെയിൽവേയുടെ രൂപത്തിലോ കേരളത്തിന്റെ ഗതാഗത പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകട്ടെ എന്നുള്ളതായിരുന്നു നമ്മുടെ നിലപാട്. പക്ഷേ അക്കാര്യത്തിൽ പോലും കേരളം കബളിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. കഴിഞ്ഞ ബജറ്റില് ഈ പറയുന്ന ഗ്രാമീണ മേഖലയുടെ ഉത്തേജനത്തെക്കുറിച്ചും വ്യവസായ മേഖലയുടെ ഉത്തേജനത്തെക്കുറിച്ചും പറഞ്ഞിരുന്ന
ഒരു കാര്യവും ഇക്കുറി പരാമർശിക്കപ്പെട്ടില്ല. എല്ലാ രംഗത്തും സമസ്ത തലത്തിലും സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ള കാര്യം അവർക്ക് ബോധ്യമായി. എന്തുകൊണ്ടാണ് ഡോളറിനെതിരെ രൂപ കൂപ്പുകുത്തുന്നുള്ള കാര്യം പോലും ധനമന്ത്രി ഒരു വാക്ക് പോലും പറഞ്ഞില്ല. യഥാർത്ഥത്തിൽ ഇക്കണോമിക് സർവേ പറഞ്ഞ ആ കാര്യത്തെക്കുറിച്ചെങ്കിലും ഒരു വാചകമെങ്കിലും അവർ പറയുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ആകെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതായത് വിദേശ നിക്ഷേപകരുടെ ആത്മവീര്യം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി ഡേറ്റാ സെന്ററുകളിൽ നിക്ഷേപിക്കുന്ന വിദേശ കമ്പനികൾക്ക് 2047 വരെ നികുതി ഇളവ് കൊടുക്കും. മാത്രമല്ല, ഈ ഒരു ബജറ്റിന്റെ സൂക്ഷ്മവശങ്ങൾ പരിശോധിച്ചാൽ നമ്മുടെ മറൈൻ എക്സ്പോർട്ടിനും ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതായത് മറൈൻ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്ത മത്സ്യത്തിന്റെ സംസ്കരണവുമായി ബന്ധപ്പെട്ട ചില ചേരുവകളുടെ ഇറക്കുമതി തീരുവ 1% നിന്ന് 3% ഉയർത്തി. അങ്ങനെ സമസ്ത തലങ്ങളിലും കേരളത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ബജറ്റാണ് ഈ തെരഞ്ഞെടുപ്പ് വർഷമായിട്ട് പോലും നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത്. കുറെ കാലമായിട്ട് ബ്ലൂ പ്രിന്റ് പറഞ്ഞിട്ട് ഇവരിങ്ങനെ പറഞ്ഞു നടക്കുന്നത് ഒരു പ്രിന്റുമില്ല. അതായത് പ്രിന്റ് ചെയ്യാൻ പോലും ഉള്ള ഒരു സാധനം ഇവർ കൊടുത്തിട്ടില്ല. പിന്നെയല്ലേ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. ഇത് ജനങ്ങളെ കബളിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ പദ്ധതികളിലൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പദ്ധതി കേരളത്തിന് അർഹതപ്പെട്ട ഒരു പദ്ധതിയെക്കുറിച്ച് പരാമർശിക്കാൻ അതെ ആമ. നമുക്കിനി ആമ, നമ്മുടെ പ്രതീക്ഷ ആമയുടെ മുകളിൽ. അതായത് കേരളം ആമയെ പോലെ ആകണമെന്നുള്ളതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കേരളത്തെ ജനിച്ച് ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.